വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ +1 +2 ഫ്രണ്ട്സ് ആയിട്ടൊരു ട്രിപ്പ് പോവാണ് ഗൈസ്. ഇവര് ഒരു 20 വർഷത്തിന് ശേഷം റീയൂണിയൻ ആണ് ഞങ്ങളൊരു ട്രിപ്പാക്കി പ്ലാൻ ചെയ്തു. പക്ഷെ എല്ലാവരും ഇല്ല, എല്ലാവർക്കും വരാൻ പറ്റിട്ടില്ല. വരാൻ പറ്റിയവരൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകണം എന്തിനാന്നറിയോ? നിങ്ങൾ ഇത് കണ്ടുപിടിച്ചല്ലേ ഇവര് +2 ആ. അപ്പൊ ഇവരുടെ ഈ പ്രായത്തിലുണ്ടായിരുന്ന ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പാണ്. ഞാൻ വേറെ സ്കൂളാ. പക്ഷെ ഞങ്ങള് പോകും, ഞങ്ങളൊരു ഗ്യാങ് ഉണ്ടല്ലേ, ഞങ്ങള് പോകും. 10 കുറച്ച് പേർക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പൊ അവരെയൊക്കെ ഞങ്ങൾക്ക് മിസ് ചെയ്യും. ഇപ്പോൾ വളരെ കുറച്ച് പേർക്കേ വരാൻ പറ്റിയിട്ടുള്ളൂ. എല്ലാവരും വിളിച്ചോണ്ടിരിക്കുക. ബാക്കി വിശേഷങ്ങൾ നമുക്ക് പോയിട്ട് കാണാം. സൈക്കിൾ ഷെഡ് പിന്നെ ഒരു ചെറിയ സ്റ്റോറി ഒക്കെ ഉണ്ട് കേട്ടോ. ആക്ച്വലി ഞങ്ങൾ പഠിച്ചിരുന്ന സമയത്തെ പോലൊന്നല്ല കേട്ടോ. ഇപ്പം ഇവിടെ ആകെ ഇവർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് എടുക്കുക. എന്നാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ആ പഠിച്ച സ്കൂള് ഹൈലൈറ്റ് മാർക്കറ്റ് സെന്ററിലുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി ഇവിടെ വരും. ഇവിടെ കുറച്ച് ടീംസ് വരും. ഇങ്ങോട്ട് നോക്കൂ ഗൈസ്. അവര് ഒതുങ്ങി അവിടെ പോയിരിക്കും. ഓക്കെ ഹരിഷ്മ പറ, എന്തൊക്കെയാണ് വിശേഷം? ടീച്ചറെ സുഖല്ലേ? അനു ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുള്ളൂ. ഹായ് ഫ്ലെമി. ചിത്ര ആന്റപ്പാ സുഖല്ലേ? അങ്ങനെ ഞങ്ങൾ ചെറിയ പ്രാർത്ഥനയോടുകൂടി ഞങ്ങളുടെ യാത്ര തുടങ്ങാണ് കേട്ടോ. ഇതൊരു ചെറിയ യാത്രയാണ്, ഒരു 1 ഡേ ട്രിപ്പാണ്. നമ്മൾ എറണാകുളത്തേക്കാണ് പോകുന്നത് കേട്ടോ. നമ്മളുടെ വലിയ വലിയ യാത്രകളുടെ ഒരു തുടക്കം എന്ന പോലെ നമ്മളിത് പ്ലാൻ ചെയ്തതാണ്. കുറേ പേർക്ക് വരാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇനി നമ്മൾ വലിയ ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്യും. അങ്ങനെ എന്നാലും ഞങ്ങളുടെ കൂടെ ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഓരോരുത്തർക്ക് ഓരോ സിറ്റുവേഷൻസ് കാരണം വരാൻ പറ്റിയില്ല. എങ്കിലും സിൻഡ ടീച്ചറും വിജന ടീച്ചറും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി ഒത്തിരി സന്തോഷം. കണ്ണടച്ച് പ്രാർത്ഥിക്കടി. അതെ. അടുത്തതായി നമ്മുടെ ശ്രീയേട്ടന്റെ ഒരു മോട്ടിവേഷൻ ക്ലാസ്സോടുകൂടെ നമ്മളുടെ ആ ടൂർ വൈബ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? അതാണ് എന്റെ ചോദ്യം. ലൈഫ് ഈസ് നത്തിങ് ബട്ട് എ സെലിബ്രേഷൻ ഓഫ് ഇവന്റ്സ്. നമുക്ക് കിട്ടിയ ഈ ജീവിതം പരിപൂർണമായി ആഘോഷിക്കുക. നമ്മുടെ വിജയങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ സങ്കടങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ പരാജയങ്ങൾ ആഘോഷിക്കുക. പിള്ളേരെ സ്റ്റെപ്പ് കുറച്ച് കാണിച്ചായോ?
രാവിലെ അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. എങ്കിലും ഒരു പാത്രത്തിൽ നിന്ന് ഇങ്ങനെ കൈട്ട് വാരി കഴിക്കുന്നതിൻ്റെ ആ ഒരു രുചി അതൊരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് വീണ്ടും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി തന്നത് നമ്മുടെ ഈ ബിബിനാണ് കേട്ടോ. അപ്പോൾ അവൻ കാരണം നമുക്ക് അങ്ങനെ ഒരു കുറച്ച് മൊമെൻറ്റ്സ് കിട്ടി. ഉറങ്ങിക്കിടന്ന നമ്മുടെ മാളും ശ്രീകുട്ടിയും വരെ ആ ചിക്കൻ്റെ ആ ഒരു സ്മെല്ലടിച്ചപ്പോഴാണ് കേട്ടോ ഒന്ന് ഓണായത്. വെള്ളപ്പനും ചിക്കനും സ്പോൺസർ ചെയ്ത ബിബിനെ എല്ലാവിധ ആശംസകളും. 4:15 എന്നാണ് സമയം പറഞ്ഞത്. 4:15 മിനിറ്റ് കോഴിനെ പിന്നാലെ ഓടിച്ചിട്ട് പിടിച്ച് കിഴങ്ങ് നുറുക്കി കറി വെച്ചതാണ്. നമ്മളിപ്പോ തൃപ്പൂണിത്തറ വേലസിലെത്തിണ്ട്. എല്ലാരും റെഡിയായി വന്നിട്ട് ഒക്കെ മേക്കപ്പ് സെറ്റ് ഇറക്കി വന്നിട്ടുള്ളൂ. കുട്ടിയടിച്ച് പൗഡർ ഇട്ട് വന്നിട്ടുള്ളൂ. ക്യാമറ എല്ലാവരും ഉറങ്ങുമായിരുന്നു ഗൈസ്. അതന്നെ നമുക്കാണ് പവറല്ലേ. സൂര്യ പിന്നെ വന്ന് കേറിയപ്പോ ചിക്കൻ കറിയുടെ ആണോന്ന് അറിയില്ല. ഭയങ്കര പവർ കഴിച്ചിട്ടില്ലേ ഇതെന്താ കണ്ണാടാ, നിനക്ക് വേണമെങ്കിൽ ചോദിച്ചു പഠിക്ക്. ആനന്ദങ്ങളല്ലേ? അല്ലല്ല, ആനന്ദേട്ടൻ. അങ്ങനെ ആനന്ദേട്ടൻ ഇവിടെ ചുള്ളനായിട്ട് വന്നിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചുള്ളത്തികളെ കാട്ടിത്തരാം ഗൈസ്. മിഥുന, ചിത്ര, ഞാനെവിടെയാ, സൂര്യനെ പിന്നെ പണ്ടേ അറിയാലോ. അതെ. ആ ഇവനെ വെച്ചിട്ടൊരു പണി ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് പണിപ്പുരയില. വരും ആനന്ദ്, നീ എന്തെങ്കിലും ഒറ്റയ്ക്ക് നടക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുന്നു വിചാരിച്ചിട്ടാണോ? എന്താണ് നമ്മുടെ പ്രൈമറി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ? അതെ, പൊരിക്കാം. ഇവിടെ ഇല്ലാത്തവരെ മിസ് ചെയ്യുന്നു. അയ്യോ, വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. പേരെടുത്ത് പറയണമെങ്കിൽ ഒരുപാടുണ്ട്. അജീഷ്, എല്ലാവരും വരാത്ത എല്ലാവരും ടീച്ചേഴ്സിനെ പ്രത്യേകിച്ച്. അതെ, ടീച്ചേഴ്സ്. ആരുടെയും പേര് മറന്നു പോയെങ്കിൽ വിഷമിക്കരുത്. കാരണം കൊറേ പേര് വരാത്തതുണ്ട്. അതെ, വന്നവര് കുറച്ചേ ഉള്ളൂ. അപ്പൊ ഇനി അടുത്ത ട്രിപ്പ് നമ്മൾ എല്ലാവരുമായിട്ട് വരുന്നത്. നമ്മുടെ മണിച്ചിത്രത്താഴ് എന്നുള്ള ഫിലിം ഷൂട്ട് ചെയ്ത സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നാഗവല്ലിമാരായി മാറാൻ സാധ്യതയുണ്ട്. നിതിൻ, നിന്റെ ഗ്ലാമറിന്റെ രഹസ്യം എന്താണ്? എന്തെങ്കിലും ഒരു മാറ്റമില്ലാണ്ട് ഇങ്ങനെ തന്നെ നിൽക്കണം. നാച്ചുറൽ പ്രോഡക്ട്സ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യല്. ഇത് കണ്ടാ നീ? ഇത് കണ്ടു. ഇതിന്ന് എന്താ മനസ്സിലായേ? പറഞ്ഞേ. അല്ല, നീയായിരുന്നു പഠിപ്പിച്ചിട്ട് നീ പറഞ്ഞാ മതി. ഇവനെ സ്കൂളിൽ നമ്മൾ അടിമ നമ്മള് ഈ പാലസ് ഇങ്ങനെ ചുറ്റിക്കറക്കി വീഡിയോ എടുക്കും അല്ലേ? എങ്ങനെ അന്തപുരത്തിലെ മഹർ. എന്താ ഭംഗി കാണാൻ, സ്ഥലം കാണാൻ. സൂപ്പർ. അയലക്കം സംഭവിക്കാത്തൊരു വെള്ളല്ലേ, വർഷങ്ങളോളം ഇങ്ങനെ തന്നെ കിടക്കുന്ന ഒരു വെള്ളം. അത് ചാടുമ്പോ ഇത് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് അവനോട് പറയാണ്ട് ഇവനോട് ചാടാൻ പറഞ്ഞു. ഒറ്റ ചാടിയിട്ടുള്ളോ? പിന്നെ അതിനെ ഡെറ്റോളിട്ട് കഴുകിയെടുത്തു എന്നാ പറയുന്നത്. ആ, എത്ര വർഷമായി ഒന്ന് കുളിക്കലോ നീന്തലോ ഒന്നും ഇല്ലാത്ത കലകലോ ഒന്നും എനങ്ങളില്ലല്ലോ. ഇത്രയും സ്റ്റക്കായിട്ടിരിക്കും.
നാഗവല്ലീനെ ഓർത്തിരിക്കണോ? എത്ര ക്രോറാന്നറിയാം നമ്മുടെ ജർമ്മൻകാരി വീശി വീശി നടക്കുവാണ്. എടി ഇത് നമ്മുടെ ഫുട്പാത്തിലൊക്കെ കിട്ടൂട്ടാ. ഗൈസ് നമ്മൾ വിചാരിച്ച സാധനമല്ലാട്ടത്. ഇത് കുറച്ച് ശ്രീയേട്ടൻ വിളമ്പണത് വീഡിയോ എടുക്കണ്ടാ. ഭയങ്കര ഇഷ്ടം. ഓക്കെ, താങ്ക് യു. എങ്ങനെയുണ്ട് ഫുഡ്? ഫുഡ് സൂപ്പർ. ഫ്ലെമി എങ്ങനെയുണ്ട്? അടിപൊളിയാണോ ടീച്ചറെ? ബിരിയാണി എങ്ങനെയുണ്ട്? ടഫായിട്ടുള്ള സിനിമകള് പറയിപ്പിക്കുക എന്നുള്ളതാണ് ആക്ഷനിലൂടെ മാത്രം. സ്കൂള് ക്ലാസ്മേറ്റ്സ് നമ്മളായിട്ട് നല്ല ബന്ധമുണ്ട്. നിമിഷത്തിനും അത്രയും വാല്യൂ കൊടുത്തിട്ടാണ് ഉണ്ടായിരുന്നത് കേട്ടോ. കാരണം ഇതുപോലൊരു അവസരം ഇനി എപ്പോഴാണ് നമുക്ക് ഉണ്ടാവാന്ന് പോലും അറിയില്ല. അങ്ങനെ ഞങ്ങൾ അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തി. അത് കൊച്ചിയിലുള്ളൊരു ബേർഡ്സ് പാർക്കിലേക്കായിരുന്നു. ഇവിടെ നമുക്ക് ബേർഡ്സിന് ഫീഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഇവിടെ കയറിയപ്പോൾ. കാരണം ഒരുപാട് ബേർഡ്സ് ഉണ്ട്. എല്ലാം നമ്മുടെ മേത്തൊക്കെ കയ്യിലൊക്കെ വന്നിരിക്കും. അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുപോലെ ടീച്ചേഴ്സിനായാലും നമ്മുടെ കൂട്ടുകാർക്കായാലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിനകത്ത് കയറിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരും. ടീച്ചർ പേടിച്ചാ? തലയിലൊക്കെ എന്തും ചായ കുടിക്കാനിരിക്കുകയാണ്. നന്ദി ലിഞ്ചോ, താങ്ക് യു. ഈ ചായയും കടിയും സ്പോൺസർ ചെയ്ത് ഞങ്ങളുടെ ലിഞ്ചോനാണ് കേട്ടോ. അപ്പൊ ലിഞ്ചോന് പറയൂ. ഞാൻ അതുകൊണ്ട് ഒരു പഴംപൊരിയും ഒരു മുട്ട ബജിയും കഴിച്ച് അവനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. എനിക്ക് 2 മുട്ട
വന്നിട്ട് നന്ദി പറയാനാണോ? ഒരു പഴംപൊരിയും ഒരു കട്ടൻ ചായയും. വെഡിങ് ആനിവേഴ്സറി ആണ് അതിന്റെ സ്പെഷ്യൽ. നന്ദി. 2 ആഴ്ച കൂടി വേണോ? 1 ആഴ്ച കിട്ടിയുള്ളൂ. ലിൻജോന് നന്ദി പറയടാ. താങ്ക് യു ഫോർ ഇല്ല ഇത് ഞാനാണ് ഇവിടുത്തെ വെയിറ്റർ. സാധനം എടുത്തെടുത്ത് മതിയായി. 5 കാപ്പി, 9 പഴംപൊരി എടുത്തു. ഇനി 8 മുട്ട ബജി എടുക്കണം, 2 മുളക് ബജി എടുക്കണം. ഒരു വട്ടം കഴിച്ചവര് വീണ്ടും രണ്ടാമത് എടുക്കുന്നുണ്ട്. നിന്റെ കാരണം കൊണ്ട് നീ അത് സംഭവമാക്കുന്നുള്ള കാര്യം വളരെയധികം നന്ദിയുണ്ട്. അങ്ങനെ സ്പെഷ്യൽ താങ്ക്സ് ലിൻജോനെ. ടൂറ് വരാൻ സാധിച്ചില്ലെങ്കിലും നിന്റെ ചായയും കടിയും ഞങ്ങൾ ആസ്വദിച്ച് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ ഇനി ബീച്ചിൽ ആർമാദിക്കാൻ പോവാണ്. ഇപ്പം നമ്മളുള്ളത് ചെറായി ബീച്ചിലാണ്. നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഈ ചെറായി ബീച്ച്. ഇവിടെ വന്നപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മളെ തന്നെ മറന്ന് അങ്ങ് ആർമാദിച്ചു എന്ന് വേണം പറയാനായിട്ട്. ഞാൻ കുറച്ച് നേരമൊക്കെ ക്യാമറയൊക്കെ പിടിച്ചിങ്ങനെ നിന്ന് ഇവരൊക്കെ കളിക്കണം കണ്ടിട്ട് എനിക്ക് എൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാനിപ്പോഴും എല്ലാ വീഡിയോയിലും ഇങ്ങനെ ക്യാമറ പിടിച്ചിങ്ങനെ നടക്കണ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഞാനിങ്ങനെ, സത്യം പറഞ്ഞാൽ എനിക്ക് ടൂറ് പോകുമ്പോൾ അതൊന്ന് ആസ്വദിക്കാൻ പറ്റുന്നതിലുപരി മറ്റുള്ളവരെ സന്തോഷങ്ങൾ പകർത്താന്ന് പറയുന്നത് അതെനിക്കിപ്പോൾ വല്ലാത്തൊരു ക്രേസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കത് കുറേ നാളുകൊണ്ട് ഞാൻ ചെയ്തതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. എനിക്ക് മറ്റുള്ളവരെ സന്തോഷങ്ങൾ പകർത്താന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പക്ഷേ ഇവരിങ്ങനെ കളിക്കണ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കൺട്രോൾ പോയി. അങ്ങനെ വീഡിയോ എടുക്കലൊക്കെ അവസാനിപ്പിച്ച് ഞാൻ ഇവരെ കൈപിടിച്ച് അങ്ങ് കടലിലേക്ക് ഇറങ്ങിട്ടോ. ഇത്രയും സേഫായിട്ട് കടലിൽ കളിക്കാൻ പറ്റിയത് നമ്മുടെ ക്ലാസ്സിലെ ബോയ്സ് ഉള്ളതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അവർ നമുക്ക് നമ്മുടെ ഒരു സ്വന്തം ബ്രദേഴ്സിൻ്റെ പോലെ തന്നെയാണ്. നമ്മൾ അത്രയും കെയർ ചെയ്തിട്ട് തന്നെയാണ് കടലിൽ ഇറക്കിയത്. അവർ നന്നായിട്ട് നമ്മളെ സേഫ്റ്റി നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ കടലിലൊക്കെ കളിച്ചത്. അത് ഞങ്ങൾക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഒരുപാട് ആ ഓർമ്മകൾ ഇങ്ങനെ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഞങ്ങളുടെ ഉള്ളിൽ ആ മെമ്മറീസ് ഇങ്ങനെ പോവാതെ തന്നെ നിൽക്കുകയാണ്. നമ്മൾ അത്രയും എൻജോയ് ചെയ്തത് ആ ഒരു സ്ഥലത്താണ് കേട്ടോ. അങ്ങനെ ഒരുപാട് സന്തോഷങ്ങൾക്ക് ശേഷം നമ്മുടെ ട്രിപ്പിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് ഞങ്ങൾ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ ഉള്ളിലും ഭയങ്കര ഒരു പ്രയാസമാണ്, വീട്ടിലേക്ക് പോകാനുള്ളൊരു വിഷമം. ഇന്നത്തെ ആ ദിവസത്തെ ആ മെമ്മറീസ് മാത്രമാണ് ഇപ്പം നമ്മുടെ മനസ്സിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര വിഷമമാണ് എല്ലാവർക്കും. ടീച്ചർമാരുടെ എക്സ്പീരിയൻസ് ഇങ്ങനെ ഷെയർ ചെയ്യണം, അവർക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. കിട്ടിയ ഒരു സ്റ്റേറ്റ് അവാർഡിനേക്കാളും വലിയ അംഗീകാരമാണ് ഇന്ന് നിങ്ങളുടെ ഒപ്പം ഞാൻ ടൂർ പോകണമെന്നുള്ളത്. നിലനിൽക്കട്ടെ. ഇനിയും നമുക്ക് കൂടുതൽ യാത്രകൾ ചെയ്യാനും ഇതിനൊക്കെ സാധിക്കട്ടെ. അടുത്ത ട്രിപ്പിൽ ഇതിലും കൂടുതൽ ആൾക്കാർ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ അന്നത്തെ ഓർമ്മയ്ക്ക് വേണ്ടി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു കോർഡിനേഷൻ എല്ലാം കൂടി സഹകരിച്ചത് എല്ലാം അടിപൊളിയായിരുന്നു. അടിപൊളി പൊള്ളി വൈബ് ട്രിപ്പ്. വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. ആദ്യം വന്നപ്പോ 2 പേരും ഓഫായിരുന്നു കേട്ടാ. പക്ഷെ ഇപ്പൊ നമ്മുടെ ഓരോ മൊമെന്റ്സ് ഇവരിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അവർക്ക് നല്ല വ്യത്യാസം വന്നിട്ടാ. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇവര് കണ്ടുപിടിക്കട്ടെ അല്ലേ. വർഷത്തിന് ശേഷം ഇങ്ങനെ ഒന്നിച്ച് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല അടുത്തൊന്നും ഉണ്ടാവില്ല. അത് ഞങ്ങൾക്കുള്ളതാണ്. 20-19 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും റീയൂണിയൻ ട്രിപ്പ് പോവാ, ഇതൊക്കെ സീനാട്ടോ. ഇത് ഇങ്ങനെയൊക്കെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് ഒരിത് വേണം, അത് നിങ്ങൾക്കുണ്ട്. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു ഗ്രൂപ്പ് നമ്മുടെ +2 ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. അവസാനം നമുക്കൊരു ചെറിയൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു. അത് വേറൊന്നല്ല, അത് വളരെ രഹസ്യമായിട്ട് വെച്ചിരുന്നൊരു സംഭവമാണ്. അതായത് നമ്മൾ അവിടെ പോയി എടുക്കുന്ന ഒരു ഫോട്ടോ, അതൊരു ഗ്രൂപ്പ് ഫോട്ടോ. അത് ഇതുപോലെ നമ്മളല്ല, ഇത് നമുക്ക് സ്പെഷ്യലായിട്ട് നമുക്ക് ഗിഫ്റ്റ് ചെയ്തത് നമ്മുടെ സുദിനയാണ് കേട്ടോ. അത് സുദിനയുടെ ഒരു സ്നേഹം എന്ന പോലെ അവളാണ് അത് നമുക്ക് എല്ലാവർക്കും തന്നത്. അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് ടു സുദിന.
അന്റെ പിന്നെ എന്നാ കാണാ? അടുത്ത ട്രിപ്പിന് അടുത്ത ട്രിപ്പിനല്ല, ഇടയ്ക്ക് കാണണം. ഹരിഷ്മ ടീച്ചർ പോവാ. ബൈ ബൈ എടാ ബൈ. അയ്യോ സങ്കടം കൊണ്ടവന്.